ഇതാ വിഷ്ണു തന്നെ, ശാലിനിയുടെ വിഷ്ണു. ഇയാളെ കാണാനാ ഞങ്ങളങ്ങോട്ട് വരാൻ തുടങ്ങിയത്. എന്നെ കാണാനോ? ആ, ഇയാളെ തന്നെ. ഇമാതിരി ഒരു പെൺകുട്ടി വളർത്തി വെച്ചിരിക്കുന്നതിന് ഒരു അവാർഡ് തന്ന് ആദരിക്കാൻ. ഈശ്വര, എന്താ ഈ നടക്കുന്നതൊക്കെ? മനസ്സിലായില്ല. ഞങ്ങളുടെ പെങ്കൊച്ച് എവിടെ പോയെന്നുള്ളതിന് താൻ മറുപടി പറയണം, ഇപ്പൊ ഇവിടെ വെച്ച്. രോഹിത്, നീ എന്തൊക്കെയാ പറയുന്നേ? അതിന് ഇദ്ദേഹം എന്തോ പഴിച്ചേ? ഇയാള് പിഴച്ചു. ഇയാള് പിഴച്ചു. ഇയാളെ പിഴച്ചിട്ടുള്ളൂ. ഈശ്വര, ആരാ ഈ മനുഷ്യൻ? അത്ര വലിയ കള്ളിയൊന്നുമല്ല നമ്മുടെ പപ്പിമോള്. നമുക്കറിയാത്ത രഹസ്യം ഒന്നുമില്ല അവൾക്ക്. ഇല്ലെന്നല്ല, ഇല്ലായിരുന്നു. തൊടി കിടന്നൊരു കുന്നിക്കുരു കിട്ടിയ അത് നമ്മളോട് പറയുമായിരുന്നു അവള്. ആ അവളിപ്പോ എങ്ങനെ ആരോടും മിണ്ടാതെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ആലോചിച്ച് നോക്ക്. പുതിയ ബന്ധങ്ങള്, പുതിയ കൂട്ടുകെട്ടുകള്, അതും വീട്ടിൽ പോലും കേറി നിരങ്ങല്ലായിരുന്നോ? തന്തയാരും തള്ളയാരെന്ന് അറിയാത്ത തെമ്മാടി പിള്ളേര്. രോഹിത്തെ, വേഷഭൂഷാദികളും സമൂഹത്തിലെ സ്റ്റാൻഡേർഡും ഒക്കെ നോക്കി ആൾക്കാരെ അളക്കരുത് ശ്യാമേ. ഒരാളുടെ ഉയരം അളക്കേണ്ടത് മറ്റ് ചില മാനദണ്ഡങ്ങൾ വെച്ച. 1ാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ ഇയാളുടെ മകള്. കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് ഇപ്പോഴേ ഒരു ഒളിച്ചോട്ടം നടത്താൻ കെൽപ്പുണ്ടെങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് മുമ്പ് വരെ ആ കുട്ടിയോട്, സത്യഭാമയോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. ഇയാളെ കണ്ടതോടെ എനിക്ക് പൂർണ്ണമായിട്ടും അതങ്ങോട്ട് മാറി. സ്വന്തം മകള് പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ റൂം അന്യരോട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരച്ഛന്റെ മകളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല.